ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്ത്രീ ദ സർക്കട്ട് കെ അൺടൈൻഡ് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന രാജ്കുമാർ റാവു, ശ്രദ്ധ കപൂർ, അഭിഷേക് ഖുരാന, അഭിഷേക് ബാനർജി, പങ്കജ് ത്രിപാഠി, അക്ഷയ് കുമാർ, തമന്ന ഭാട്ടിയ, വരുൺ ദേവൻ എന്നിവരെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പടം. വേറെ ലെവല് പടം, ഒരു രക്ഷയില്ല. ആർക്ക് വേണമെങ്കിലും തിയേറ്ററിൽ കാണാം. റൈറ്റഡ് ഒന്നും വിചാരിച്ചൊരുത്തിനും കാണാതിരിക്കേണ്ട. റൈറ്റാന്ന് വിചാരിച്ചാൽ ഒരുത്തിനും കാണാതിരിക്കേണ്ട എന്നാണ് പറയാനുള്ളത്. വേറെ ലെവല് പടം. എന്തെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അടുത്തത് ഈ യൂണിവേഴ്സിൽ വരാൻ പോണത് ബേഡിയ 2 വൈറ്റിങ്. വേറെന്താവാനാണ്, വേഗം ഒന്ന് ഇടയ്ക്ക് കേട്ടണേ പ്ലീസ്. മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സച്ചിൻ ജിഗറാണ്, ടീംസാണ്. അവരും നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹേമന്ത് സർക്കാർ തന്നെയാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ എഡിറ്റ് ചെയ്ത ആൾ തന്നെയാണ് ഇതിൽ എഡിറ്റ് ചെയ്തിരുന്നത്. ഹേമന്ത് സർക്കാർ നല്ലോണം അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഇത് ഇങ്ങനെ രാജാണ്ടിക്കും പിന്നെ വേറെ ഒരാളുണ്ട്, എൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. പക്ഷെ സൂപ്പർ സ്ക്രീൻ പ്ലേ വേറെ ലെവൽ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അമർ കൗശിക് തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് ദിനേശ് വിജയനും രാജാണ്ടിക്കും കൂടിയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി ഒക്കെ പൊളിച്ചിട്ടുണ്ട് മോനെ. DOP വേറെ ലെവൽ. ആർട്ട്, ഈ പടത്തിൽ പറയാൻ പറ്റിയ വിഷ്വൽസ്, ആർട്ടും എൻ്റെ പൊന്നോ വേറെ ലെവൽ സാധനമാണ്. പിന്നെ ക്രാഫ്റ്റ് ടീൻസ് ആരൊക്കെയാണെന്ന് എനിക്കറിയണ്ട. ക്രാഫ്റ്റായിട്ട് നല്ലതായിട്ട് ഒരു പടമായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. സ്റ്റോറി വൈസ് സൂപ്പർ. ക്ലൈമാക്സൊക്കെ തീയാണ്, മീൻസ് അടിപ്പനാണ്. അമ്മാതിരി ക്ലൈമാക്സ് ഫൈറ്റ്. മറ്റേ ഫസ്റ്റ് പാർട്ടിലെ സ്ത്രീ എന്ന് പറഞ്ഞ പ്രേതവും പിന്നെ വേറൊരു ഇതിലെ പ്രേതവുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ പൊന്നോ വേറെ ലെവൽ പ്രേതമാണ്, വേറെ ലെവൽ ഫൈറ്റാണ് അത് എൻ്റെ വീട്ടിലുള്ളത്. പിന്നെ മറ്റേ ബേഡിയാലെ വരുന്തവനൊക്കെ വരണുണ്ട് ആ ഫൈറ്റിനിടയിൽ. എൻ്റെ പൊന്നോ, ചെന്നൈയുടെ പ്രേതമാണല്ലേ ഈ ഉള്ളത് കയറിയിരിക്കണ വരുന്തവൻ്റെ അടുത്ത്. ആ പ്രേതം വന്നിട്ട് കുറച്ച് അടി പിടി എന്നിട്ട് അത് തേങ്ങെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും പടം ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ബേഡിയ 2 വിൽ ബി കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് മറ്റേ പാട്ട് ആയിനായി ഇട്ടിട്ട് ആയിനായി. പാട്ടൊക്കെ നൈസ്. BGM വേറെ ലെവല്. എന്താണെന്നറിയില്ല, കേട്ടൻ ശോധന അടുപ്പിക്കായിരുന്നു BGM. എന്നാലും കൊള്ളാം കേട്ടോ, BGM വേറെ ലെവല്. ശ്രദ്ധിച്ചില്ല കേട്ടോ ആരാന്ന്. BGM വേറെ ഒരാളാണ് ചെയ്തിരിക്കണത്. എന്നാലും കൊള്ളാം, വേറെ ലെവല് BGM തന്നെയാണ്. ഈ പടത്തിൽ ഒരുപാട് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും പടം. കാരണം ഒരുപാട് ഡിഫറൻസസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൻ്റെ കാട്ടും കുറച്ച് ഡിഫറൻസ് കയറ്റി വെച്ചിട്ടാണ് സെക്കൻഡ് പാർട്ട് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും വരും. അങ്ങനത്തെ ഒരു പടമാണ്. മസ്റ്റ് വാച്ച് ഹൊറർ കോമഡി മൂവിയാണിത്. ഇനി അടുത്ത ബേഡിയ 2 മൂഞ്ചി എപ്പോഴാണോ OTTയിൽ വരണത് കാണണം. പിന്നെ ബേഡിയ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഇനി ഈ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കാണാനുള്ളത് മറ്റേ ഇതാണ്, റോഹിയും മൂഞ്ചിയും മാത്രമേ ഉള്ളൂ. ഏതൊക്കെ പടം വരണുണ്ടെന്ന് ലൈനപ്പ് എനിക്ക് അറിഞ്ഞുള്ളൂ കേട്ടോ. ഒരുപാട് പടങ്ങൾ വരണുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നാവും എന്തോ. എന്തായാലും ദിനേശ് വിജയൻ പ്ലീസ് കണ്ടിന്യൂ ദ യൂണിവേഴ്സ്, ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ് പ്ലീസ്. Netflix waiting for a next part of സ്ത്രീ. മീൻസ് തേർഡ് പാർട്ടിനായിട്ട് കട്ട വെയിറ്റിംഗ്. തേർഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്.
നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞോടാ. എന്തായാലും വെയിറ്റിംഗ് 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 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ പടം ഞാൻ PVR പോയി കണ്ടിരുന്നു. 10 മണിക്ക് രാവിലെ 10 മണിക്ക് എന്തോ കയറി 10 മണിക്ക് 10 മണിക്ക് കയറി 12:15 എന്തോ തീർന്നു. പിന്നെ മെട്രോയിലൂടെ കയറി ഇവിടെ എത്തിയപ്പോൾ 1 മണിയായി. 3/4 മണിക്കൂർ അത്രയേ ഉള്ളൂ. കുറണ്ട് ഇവിടെ എത്തി. എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഇത്രയും നേരമായി. എന്തായാലും പൊളി പടം, മസ്റ്റ് വാച്ച് ഹൊറർ കോമഡി മൂവി. എത്ര വട്ടം ഇനി OTTയിൽ വേണമെങ്കിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ് എന്നാണ്. OTTയിലൊന്നും കാണല്ലേ, തിയേറ്റർ വാച്ച് മിസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരയാൻ നിൽക്കണ്ട, കേട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കാസ്ട്രോളർ മൂവി മീഡിയ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.